നമസ്കാരം. റിയൽ വൺ ന്യൂസ്. തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് ഓടിയ ടാക്സികൾക്ക് നയാ പൈസ കൊടുക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 25,000 വാഹനങ്ങൾക്ക് കുടിശ്ശിക നൽകണം. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ഓടിയ ടാക്സി വാഹനങ്ങൾക്ക് ഇനിയും പണം നൽകിയിട്ടില്ല. വാടക കുടിശ്ശിക നിലനിൽക്കുന്നത് 25,000-ഓളം വാഹനങ്ങൾക്കാണ്. ടാക്സി തൊഴിലാളികൾ പണം ആവശ്യപ്പെടുന്ന അവസരത്തിൽ ഉടൻ തന്നെ നൽകാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുന്നത്. 20 മണ്ഡലങ്ങളിലേക്കും വിവിധ ആവശ്യങ്ങൾക്കായി വാഹനങ്ങൾ കമ്മീഷൻ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു ഇത്. ടാക്സി വാഹനങ്ങൾ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ഓടിയത് 2 മുതൽ 40 ദിവസങ്ങൾ വരെയാണ്. വാഹനങ്ങൾ ഏറ്റവും അധികം ഉപയോഗിച്ചത് പോളിംഗ് സാമഗ്രികൾ ബൂത്തുകളിൽ എത്തിക്കുക, തെരഞ്ഞെടുപ്പ് നിരീക്ഷണം എന്നീ ആവശ്യങ്ങൾക്കാണ്. ഇനി പണം നൽകാനുള്ളത് 7 സീറ്റ് മുതൽ 30 സീറ്റ് വരെയുള്ള കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾക്കാണ്. മുൻകൂട്ടി നിശ്ചയിച്ചുണ്ടായിരുന്ന വാടക പ്രതിദിനം പരമാവധി 100 കിലോമീറ്ററിന് 4,400 മുതൽ 6,500 രൂപ വരെയായിരുന്നു. ഇതിനു പുറമെ ബാറ്റ 350 രൂപയും. എന്നാൽ ടാക്സി തൊഴിലാളികളിൽ ഭൂരിഭാഗം പേർക്കും ഇതുവരെയും പണമൊന്നും തന്നെ കിട്ടിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിശദീകരണം ഫയൽ മാറാനുള്ള കാലതാമസം എന്നാണ്.